महिमा लक्ष्मी नारायण भद्रे नारायण अम्बे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण ഹൈന്ദവ സമാജം മുഴുവനും വളരെ പ്രധാനപ്പെട്ടതായിട്ട് ആരാധനയോട് കൂടിയിട്ട് ആചരിക്കുന്ന വൈശാഖ പുണ്യമാസമാണ്. അങ്ങനെയുള്ള വൈശാഖ പുണ്യമാസത്തിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നരസിംഹ ജയന്തി, നരസിംഹാവതാര ദിവസം കൂടിയിട്ടാണ്. അപ്പോൾ ഹൈന്ദവ സമാജത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യമായിട്ടുള്ള ഈ ദിനത്തിൽ ഹരിമംഗലം ക്ഷേത്രത്തിൽ, ഈ കൊച്ചു ഗ്രാമത്തിൽ വൈശാഖ അനുഷ്ഠാനം സമ്പൂർണ്ണ നാരായണീയം രോഗദുരിത ശാന്തിക്കായിട്ട് ഭക്തജനങ്ങൾ പാരായണം ചെയ്ത് ദേവനെ സമർപ്പിക്കുന്ന സമയത്ത് ആ പ്രഥമമായിട്ടുള്ള കർമ്മത്തിൽ പങ്കുകൊള്ളാനായിട്ട് അമ്മയുടെ ശക്തിസ്വരൂപിണിയായിട്ടുള്ള ദേവിയുടെ പ്രിയപ്പെട്ട ഭക്തദാസൻ തന്നെ നമുക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഒരു മഹാഭാഗ്യം. അമ്മ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടങ്ങളുടെ മുഴുവനും നായികയായ ചോറ്റാനിക ഭഗവതി ആദിപരാശക്തി നേരിട്ട് ദർശനം കൊടുത്ത് 30ഓളം വർഷങ്ങളായിട്ട് ഭക്തജനങ്ങളുടെ ദുരിതങ്ങൾക്കും ശാന്തിക്കും കഷ്ടങ്ങൾക്കുമായിട്ട് അമ്മ തന്നെ ഭക്തനിലൂടെ നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന തിരുമിറ്റക്കോട് ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രധാന അർച്ചകനും സേവകനും ഭക്തദാസനുമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ പുണ്യമായിട്ടുള്ള മഹാത്മാവ് എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെ സ്വീകരിക്കുക എന്നുള്ളൊരു ചടങ്ങായിരുന്നു നമ്മൾ നടത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടും നമുക്ക് ഇന്ന് പുണ്യമായിട്ടുള്ള ഈ മാസത്തിൽ പുണ്യാത്മാവിൻ്റെ പാദസ്പർശം കൊണ്ട് ക്ഷീണമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ പാരായണം ചെയ്യാനും അങ്ങനെ അമ്മയുടെ തന്നെ ദാസനെ കൺപിള്ളേരെ കാണാനും ഒരു സന്ദർഭം ലഭിച്ചിരിക്കുകയാണ്. ധാരാളം അമ്മമാർ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ഹരിമംഗലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ പാരായണം ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതോടൊപ്പം ഒരു വിശിഷ്ട കാര്യവും കൂടിയിട്ട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 30 വർഷമായിട്ട് അമ്മ നൽകി ദർശനം നൽകി നിർദ്ദേശങ്ങൾ നൽകി ഭക്തന്മാരുടെ
സങ്കടങ്ങളെ ദുരിതങ്ങളെ തീർത്തുകൊണ്ടിരിക്കുന്ന തിരുമറ്റക്കോട് ക്ഷേത്രത്തെ തേടിയിട്ട് ഏകദേശം ഭാരതത്തിലും ഭാരതത്തിന് പുറത്തുമായിട്ട് 3 കോടിയിലധികം ഭക്തജനങ്ങളുള്ള ശൃംഗേരി കാശി കാമകോടി പീഠത്തിൻ്റെ ആസ്ഥാനം അദ്ദേഹത്തെ തേടിയെത്തി. അവിടെ ഈ കേരളത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള മഹാപുരുഷൻ പരശുരാമ ദേവന്റെ ക്ഷേത്രം നിർമ്മിക്കാനും ദേവിയുടെ ചൈതന്യത്തെ കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയും അതേപോലെ തന്നെ ധ്യാന മണ്ഡപം നമുക്ക് മാതാവായി കണക്കാക്കുന്ന മാതാവിന് തുല്യമായിട്ട് പരിപോഷിപ്പിക്കുന്ന ഗോശാല നിർമ്മിക്കാനൊക്കെയായിട്ട് ഇന്ന് ലോകത്തിൻ്റെ 3 കോടിയോളം ഭക്തജനങ്ങൾ നിൽക്കുന്ന കാഞ്ചി കാമകോടി പീഠത്തിൻ്റെ ആസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് നിർദ്ദേശം വരികയുണ്ടായി. അമ്മയുടെ മഹത്വത്തിൻ്റെ വലിയൊരു പ്രത്യക്ഷ അനുഭവം തന്നെയാണത്. അതുകൊണ്ട് നമ്മുടെ അടുത്ത് ആ തരത്തിലുള്ള ഒരു മഹാ ആസ്ഥാനം നിർമ്മിക്കാനുള്ള സംരംഭം ആണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ വേദപണ്ഡിതനായിട്ടുള്ള കൽപ്പാത്തി ഗ്രാമത്തിലെ അദ്ദേഹവും കൂടിയിട്ടൊപ്പം വന്നിട്ടുണ്ട്. കുറച്ച് പേരും കൂടി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് മറ്റ് പണ്ഡിറ്റുകളൊന്നും തന്നെ എത്തിയിട്ടില്ല. എന്നാലും അദ്ദേഹത്തിനോടൊപ്പം അവർക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. കൽപ്പാത്തി ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ അതെല്ലാം വേദങ്ങളെ നിത്യമായിട്ട് സംഗീതവും വേദവും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രാമങ്ങളാണ് മുഴുവനും. അവിടെ നിന്ന് കൽപ്പാത്തിയിൽ നിന്ന് തന്നെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഇവിടെ ക്ഷേത്രത്തിൽ നാമജപം തുടങ്ങി വെച്ച് അതിനെ പോഷിപ്പിക്കാനും അത് വളർത്താനും ഒക്കെ ആയിട്ട് അതിനെ പരിശ്രമിക്കുന്ന കുറച്ച് അമ്മമാരുണ്ട്. വളരെ കാലങ്ങൾക്ക് മുമ്പ് 10-25 വർഷം മുമ്പ് 25 അല്ല അതിൽ കൂടുതൽ വർഷം മുമ്പ് ഏകദേശം 40ഓളം കുട്ടികൾ നിരന്തരമായിട്ട് ഇവിടെ നാമങ്ങളൊക്കെ ചൊല്ലിയിരുന്നു. അവരൊക്കെ ഒന്ന് വലിയ കുട്ടികളായി അമ്മമാരായി വിവിധ സ്ഥലങ്ങളിലായി അവരുടെ കുട്ടികളെയും പഠിപ്പിച്ചു. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആ കുട്ടികളുണ്ട്. നാമം എന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ആചാര്യ തപസ്സാമനായ ജപേന നിയമേന ജ ഉത്സവ അന്നദാനേന ക്ഷേത്രബുദ്ധിസ്തു പഞ്ചത എന്ന തന്ത്രശാസ്ത്രത്തിലൊരു വാക്യമുണ്ട്. ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയിട്ടുള്ള ഈ വാക്യം എവിടെയാണോ നാമങ്ങളെ ചൊല്ലുന്നത് അവിടെ ചൈതന്യമുണ്ടാകും, അവിടെ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകും. അതാണ് കലികാലത്തിൻ്റെ പ്രത്യേകത. നമ്മുടെയൊക്കെ ഏത് രാമായണം, ഭാഗവതം, ഗീത, വേദങ്ങൾ, അതേപോലെ തന്നെ മറ്റ് ശാസ്ത്രങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നാമത്തെയാണ് എല്ലാത്തിനും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന കുറച്ച് അമ്മമാരിവിടെ ഉണ്ട്. അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. അതെല്ലാം തരണം ചെയ്ത് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു മാതൃസമിതിയുടെ തെങ്ങിനെടുത്ത മനയിൽ അവർ അന്തർജനങ്ങൾ ഇവിടെ വന്ന ഒരു കഴിഞ്ഞ ജനുവരി 30-ാം തീയതി അവർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആരംഭിച്ചൊരു മാതൃസമിതിയുണ്ട്. അതിൻ്റെ സെക്രട്ടറിയെ വിനിയോഗപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീമതി ഇന്ദിര അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിക്കാനായിട്ട് വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. വിനയപൂർവ്വം അദ്ദേഹത്തെ പ്രതിമപ്പെടുത്താനായിട്ട് ക്ഷണിക്കുന്നു. എല്ലാവരും എഴുന്നേൽക്കുക. ദീപോ ജ്യോതി പരം ബ്രഹ്മ ശുഭം കരോതു കല്യാണം ആരോഗ്യം സുഖസമ്പദഃ ദേശബുദ്ധി വിനാശായ ആത്മജ്യോതിർനമോസ്തുതേ ആത്മജ്യോതിർനിത്യായ
ब्रह्मज्योतिं नमोऽस्तुते ब्रह्मज्योतिप्रदीप्ताय गुरुज्योतिं नमोऽस्तुते അമ്മനാരായണ ശരണം. എനിക്കിങ്ങനെ സംസാരിച്ചിട്ടുള്ള ശീലങ്ങളൊന്നുമില്ല. അതായത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കതറിയാം. ഈ രീതിയിൽ ഇങ്ങനെ ഒരു പ്രസംഗം അങ്ങനെ നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ വന്നിട്ട് അധികം അങ്ങനെ പരിചയമില്ല. കാരണം ഞാനിവിടെ മുന്നിൽ വന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ അറിയാൻ തോന്നുന്നുണ്ട്. ഒരു ചടങ്ങിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ ക്ഷേത്രത്തിന്റെ വികസനവും കാര്യങ്ങളും പുരോഗതിയും നാൾക്ക് നാൾ ഇനിയുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ അനുഗ്രഹത്താല്, ഭഗവാന്റെ അനുഗ്രഹത്താല്. അതുപോലെ തന്നെ ഒരു മഹാക്ഷേത്രമായിട്ട് ഉയരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അഹോരാത്രം പ്രയത്നിക്കുന്ന നമ്മുടെ ബ്രഹ്മശ്രീ രാമകൃഷ്ണസ്വാമിജിനൊക്കെ നിരന്തരം അഹോരാത്ര പ്രയത്നങ്ങളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന ഒരു മാതൃസമിതി ഒരുപാട് വിഷമങ്ങളൊക്കെ സഹിച്ചിട്ടാണ് ഇന്നത്തെ കാലത്ത് അമ്മമാർക്കൊക്കെ അറിയാം. പേരക്കുട്ടികള് അവരുടെ പുസ്തകന്മാര് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ആധ്യാത്മികമായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇന്നത്തെ കാലത്ത് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ അവരോടൊക്കെ നന്ദി കടപ്പെട്ടിരിക്കുന്നു. അത് ഭഗവാന്റെയൊക്കെ അനുഗ്രഹമാണ്. എനിക്ക് വരുന്ന അവർക്കും അവരുടെ തലമുറകൾക്കും പേരക്കുട്ടികൾക്കും എല്ലാവർക്കും അതിന് മുന്നേ ഉണ്ടാവും, സംശയമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഏറ്റവും ചുരുക്കി വരുന്ന ഒരു സമ്പ്രദായമാണ് ഭേദപാരായണം, സഹസ്രനാമം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്താറില്ല. ഉള്ളവർക്കെല്ലാം വലിയ താല്പര്യമില്ലാത്ത സമയങ്ങളാണ്. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ മാറ്റിയെടുക്കാൻ ശ്രീ നമ്മുടെ രാമസ്വാമിക്ക് സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചേർന്ന് ഈ കൂട്ടായ്മയിലെ എല്ലാ മാതൃസമിതി അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവിടെ ഞാൻ അടുത്തുള്ള എല്ലാ തലമുറകൾക്കുമായി ഐശ്വര്യവും അനുഗ്രഹവും അഭിവൃദ്ധി ഒക്കെ ഉണ്ടാവും. ശാന്തി സമാധാനം കുറച്ച് കുഴപ്പമില്ലാത്തവരുടെ ആരോഗ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഭഗവാനൊക്കെ നമുക്ക് മാറ്റിത്തരും. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നാൾക്ക് നാളെ ഈ ക്ഷേത്രവും ഇതിന്റെ ഭാരവാഹികളും ഇതിന്റെ പുരോഗതിയൊക്കെ നാൾക്ക് നാളെ വർദ്ധിച്ച് ഒരു മഹാക്ഷേത്രത്തിന്റെ പുരോഗതിക്ക് വരട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഭഗവാൻ നല്ല ചൈതന്യമുള്ള മൂർത്തിയാണ്, അത് സംശയമൊന്നുമില്ല. വിളിച്ചാൽ പുറത്ത് വരും, ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മളാൽ കഴിയുന്നതായിട്ടുള്ള ഇന്നും നിരന്തര പരിശ്രമം ഉണ്ടാവുക. ഞാൻ പറഞ്ഞു, എനിക്ക് കൂടുതൽ സംസാരിക്കാൻ അറിയില്ല. പിന്നെ നമ്മുടെ ക്ഷേത്രത്തിന്റെ കാര്യത്തില് ഞാനായിട്ട് ഒരു മുഖ്യ പുരോഹിതത്തിൽ വന്നിട്ട് 16 മാസം കഴിഞ്ഞു. അതിനുശേഷം അച്ഛസ്വാമിയായി ഉണ്ടായിരുന്നത്. ഇപ്പൊ കാഞ്ചിക്കാട് കോടിപീഠത്തിന്റെ അനുഗ്രഹത്താൽ ആശീർവാദത്താലും നമ്മുടെ ക്ഷേത്രത്തില് രാമസ്വാമി പറഞ്ഞിവിടെ വേദപാരായണം, അതുപോലെ തന്നെ നമ്മുടെ ഗോശാല, അന്നദാന മണ്ഡപം, വേദപാരായണത്തിന് നമുക്ക് കുട്ടികൾക്ക് താമസിക്കുന്ന രാത്രി നിവാസ്, പരശുരാമ ക്ഷേത്രം, അതുപോലെ തന്നെ ശങ്കരാചാര്യ ക്ഷേത്രവും ഒക്കെ വരാൻ പോവുകയാണ്. അതിൻ്റെ പ്രാരംഭ ഘട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വഴികാട്ടത് തുടങ്ങും. അവിടെയൊക്കെ ഇതുപോലെ കൂട്ടായ്മ നിങ്ങൾക്കൊക്കെ സർക്കാർ അവിടെ ഉണ്ടാവുന്ന പ്രാർത്ഥിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾക്കും കമ്മിറ്റിക്കാർക്കും പ്രത്യേകിച്ച് നമ്മുടെ രാമകൃഷ്ണസ്വാമിജിക്ക് ഒരുപാട് നന്ദി കടപ്പാട് പറയുന്നു. അമ്മേ നാരായണ സംസാരം. गुरु साक्षात् परब्रह्म तस्मै श्री